പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും കാണാതായ കുട്ടികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാണാതായ 17കാരി ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. മറ്റു 2 കുട്ടികൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. 3 കുട്ടികളെയാണ് കഴിഞ്ഞ 17-ന് വൈകിട്ട് മുതൽ കാണാതാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിലൊരു കുട്ടിയെ ഇന്നലെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 2 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഖി എന്ന കേന്ദ്രത്തിൽ നിന്നാണ് ഈ കുട്ടികളെ കാണാതായിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി തന്നെ ഇന്നലെ വ്യക്തമാക്കിയത് ഈ കുട്ടികളെ എത്രയും വേഗം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികൾ വീട്ടിലേക്ക് പോകാനുള്ള താല്പര്യം പലപ്പോഴായി പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ തിരികെ എത്തിയ കുട്ടികളിൽ ഒരാൾ പറഞ്ഞിട്ടുള്ളത്. 17 വയസ്സുകാരിയായ ഒരാളാണ് ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റു 2 കുട്ടികൾക്കായാണ് പോലീസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘമാണിപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കണ്ടെത്താനുള്ളത് 17 വയസ്സുകാരിയും 14 വയസ്സുകാരിയുമാണ്. അങ്ങനെ 2 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ചാണ് ഇവർ ഈ കേന്ദ്രത്തിൽ നിന്ന് കടന്നു കളയുന്ന സാഹചര്യം ഉണ്ടായത്. വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ 3 പേരും അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. പക്ഷെ 2 പേർ വീട്ടിലെത്തിയിട്ടില്ല. ഇത് വളരെ ഗൗരവത്തിലാണ് പോലീസ് കാണുന്നത്. ഇവരെ എവിടേക്കാണ് പോയത്, ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഇതിനോടകം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നു സർക്കാരിൻ്റെ ഈ സഖി കേന്ദ്രത്തിൽ എന്നുള്ളതാണ് പൊതുപ്രവർത്തകരടക്കം പറയുന്ന കാര്യം. കാരണം 2 കുട്ടികൾ ഇവിടെ നിന്ന് ഈ തരത്തിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെയധികം ഗൗരവത്തിൽ കാണേണ്ടതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ 2 പേരെ കാണാതായ 2 കുട്ടികളെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.